5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മലയാളികൾക്ക് ദുബായും അബുദാബിയും UK-യും USA-യും സ്വിറ്റ്സർലൻഡും ഫിൻലാൻഡും ഹോളണ്ടും ഒക്കെയാണ് പറുദീസയെങ്കിൽ ബംഗ്ലാദേശികളുടെയും ബംഗാളികളുടെയും ബീഹാറികളുടെയും ഒക്കെ ദുബായിയാണ് പെരുമ്പാവൂർ. കേരളമെന്ന് മാത്രം പറഞ്ഞാൽ പോരെ, പെരുമ്പാവൂരിൻ്റെ പ്രത്യേകത, പെരുമ്പാവൂരിൽ ആയിരക്കണക്കിന് ബംഗാളികളാണ് വന്നിരിക്കുന്നത്. രാവിലെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയാൽ അല്ലെങ്കിൽ വൈകുന്നേരം മാർക്കറ്റിൽ പോയാൽ പിറ്റേ ദിവസത്തെ ജോലിക്ക് വേണ്ടിയും അന്നത്തെ ദിവസത്തെ ജോലിക്ക് വേണ്ടിയും ആയിരക്കണക്കിന് തൊഴിലാളികളാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത്. 10,000-കണക്കിനെന്ന് പറഞ്ഞാലും തീരത്തില്ല. പക്ഷേ അതിനിടയിൽ ബംഗ്ലാദേശികളായ കുറേ പേര് കൂടി നുഴഞ്ഞു കയറിയിട്ടുണ്ട്, റോഹിംഗ്യക്കാരുണ്ട് എന്നൊക്കെയുള്ള പല വാർത്തകളെല്ലാം കറക്റ്റായിരിക്കണമെന്നില്ല, പലതും ഫേക്ക് ന്യൂസുകളാകാം. എന്തായാലും ചില വാർത്തകൾ വരുന്നു. പക്ഷേ ഫേക്ക് ന്യൂസുകളും വ്യാജ വാർത്തകളും വരുന്നതിനിടയിൽ ഒരു ശരിയായ വാർത്ത കൂടി വരുന്നു. കുറേയധികം ആളുകളുടെ വ്യാജ ആധാർ കാർഡിൽ കുറച്ച് പേരെ പിടിച്ചിരിക്കുന്നു. പെരുമ്പാവൂരിലാണ് നിഷ കൊലക്കേസ് നടന്നത്. ആസാമിൽ നിന്ന് വന്നുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ ഇവിടെ പീഡിപ്പിച്ചു, വല്ലാതെ കൊന്നു, വേണ്ട ബഹളമുണ്ടാക്കി, വീട്ടിലിട്ടു, പിന്നെ റെയിൽവേ ട്രാക്കിലൊക്കെ വന്നു, അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടത്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ വന്ന് ജോലി ചെയ്യട്ടെ, ഇതൊരു രാജ്യമാണല്ലോ, തീർച്ചയായും. പക്ഷേ ബംഗ്ലാദേശിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ബർമയിൽ നിന്ന് വരുമ്പോൾ, റോഹിംഗ്യക്കാർ വരുമ്പോൾ തീർച്ചയായും അവർ പാസ്പോർട്ടും വളരെ കൃത്യമായ രേഖകളും ആധാറും എല്ലാം കൊണ്ട് തന്നെയാണ് വരേണ്ടത്. അല്ലാതെ നുഴഞ്ഞു കയറ്റക്കാരെ ഒരു കാരണവശാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ഇവിടെ കണ്ണൂരിൽ നിന്ന് ഒരു തീവ്രവാദി ബംഗ്ലാദേശി കണ്ണൂരിൽ വന്ന് ആശാരിയായി ജോലി ചെയ്ത് തീവ്രവാദ പ്രവർത്തനത്തിൽ നിന്നൊക്കെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്ന സെല്ലിലൊക്കെ പ്രവർത്തിച്ചിരുന്നതായി നമ്മൾ അറസ്റ്റ് ചെയ്തു പോയി, NIA വന്ന് കൊണ്ടുപോയി. അങ്ങനെ ചില സമയത്തെങ്കിലും തീവ്രവാദികളെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ എല്ലാവരും തീവ്രവാദികളോ വരുന്നവരെല്ലാം അങ്ങനെയല്ല, തൊഴിലെടുക്കാൻ വരുന്ന വളരെ സത്യസന്ധമായി വന്ന് ജോലി ചെയ്ത് നല്ല ശമ്പളമാണ്. കാരണം അവിടെ 300 രൂപ ഒരു ദിവസം കിട്ടുമ്പോൾ ഇവിടെ 1000 രൂപ 1500 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ നന്നായി വന്ന് ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജീവിച്ച് ഒരുപാട് സമയം ജോലി ചെയ്ത് പല ദിവസങ്ങളിൽ ഇരട്ടി സമയമൊക്കെ ജോലി ചെയ്ത് രാത്രിയും പകലുമൊക്കെ ജോലി ചെയ്ത് പണം കൊണ്ടുപോയി നന്നായി നാട്ടിൽ വല്ലപ്പോഴുമൊക്കെ പോയി കുടുംബം നയിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ വ്യാജ ID കാർഡ് ഉണ്ടാക്കുക, ഗഞ്ചാവ് വിസിരിക്കുന്ന അല്ലെങ്കിൽ മയക്കുമരുന്ന് ബിസിനസ്സിൻ്റെ ലോബികളാവുക, മദ്യത്തിനടിമയാവുക, സ്ത്രീകളെ പല രൂപത്തിൽ നശിപ്പിക്കുക, ഇല്ലാതാക്കുക, ബലാത്സംഗങ്ങൾ ചെയ്യുക, അങ്ങനെ കുട്ടികളെ ശല്യമാവുക, ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന വാർത്തയാണ്, വ്യാജ ആധാറുമായിട്ട് ഒരു സംഘം വരെ പെരുമ്പാവൂരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, പിടിക്കപ്പെട്ടിരിക്കുന്നു. ആധാർ എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വിലപ്പെട്ട ഒരു രേഖയാണ്. അതിൽ വ്യാജമുണ്ടാക്കി അത് കൊടുക്കുന്ന ഏജൻസി ആയിക്കോട്ടെ, അത് ഉപയോഗിക്കുന്ന ആളുകളായിക്കോട്ടെ, വളരെ കൃത്യമായി ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായും പെരുമ്പാവൂരിൽ നിന്ന് ആ വാർത്ത വരുമ്പോൾ, ഞാൻ പെരുമ്പാവൂർ വേങ്ങൂർ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് പോയിട്ടുള്ള ആളാണ്. കാലടി, പെരുമ്പാവൂർ ആ ഭാഗത്തൊക്കെ നന്നായി സർവേക്കും പല പഠനത്തിനുമൊക്കെ പോയിട്ടുള്ളതാണ്, അങ്കമാലിയൊക്കെ. പക്ഷെ വളരെ മനോഹരമായി ആളുകൾ സമാധാനപരമായി താമസിക്കുന്ന ഒരു പട്ടണമാണ് പെരുമ്പാവൂർ. ആ പെരുമ്പാവൂരിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് നല്ലതല്ല. തീർച്ചയായിട്ടും ഒരു കൊലപാതകം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തു. അത് ഒരു പിന്നെ കേരളീയനല്ല, മറുനാടനാണ് അത് ചെയ്തത്. അതുപോലെ തന്നെ കേരള നാട്ടിലുള്ള ആളല്ല. അതുപോലെ തന്നെ ഇപ്പോൾ വ്യാജ ID കാർഡിൽ കുറേ അധികം ആളുകളെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. കേരളം ഏറ്റവും സുരക്ഷിതമായൊരു പ്രദേശമാണ്. പ്രത്യേകിച്ച് ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ധാരാളം ഉള്ളതുകൊണ്ട്, ഹിന്ദുക്കളും എല്ലാവരും തമ്മിൽ ഏകോദര സഹോദരൻ പോലെ കഴിയുന്നൊരു നാടായതുകൊണ്ട് ഇവിടെ വന്ന് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർക്കും മറ്റ് ന്യൂനപക്ഷ മതത്തിൽപ്പെട്ടവർക്കുമല്ല സുരക്ഷിതമായി താമസിക്കാൻ പറ്റും. പക്ഷേ ആ സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്നത് ഒരു സൗകര്യമായി എടുത്തുകൊണ്ട് ഒരിക്കലും മറ്റൊരു തരത്തിലേക്ക് പോകരുത്. പിന്നെ നമ്മുടെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ഗൗരവമായി ആലോചിക്കണം. അത് മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും കോർപ്പറേഷൻ ആയാലും ഗൗരവമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾക്ക് ഒരു ലൈസൻസ് എന്നോ അല്ലെങ്കിൽ ഒരു കാർഡ് ഏർപ്പെടുത്തുകയോ, അവരെ കൃത്യമായി നിശ്ചിത ഇടവേളകളിൽ അവർ ആരോഗ്യ പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം അവർ നാട്ടിലൊക്കെ പോയി വരുന്നതാണ്. കോവിഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാലമാണ്. എയ്ഡ്സ്, കോവിഡ് തുടങ്ങിയ ഒരുപാട് പനികൾ, ഒരുപാട് മാരകമായ അസുഖങ്ങൾ വരുന്ന കാലമാണ്. അപ്പോൾ അവർക്ക് കൃത്യമായ ആരോഗ്യ ടെസ്റ്റുകൾ നടത്തും. ഇപ്പോൾ എല്ലായിടത്തും PHE സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. കൃത്യമായ ആരോഗ്യ ടെസ്റ്റുകൾ നടത്താനുള്ള സംവിധാനം, ഹെൽത്ത് കാർഡ് കഴിയുമെങ്കിൽ അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ വരവും പോക്കുമെല്ലാം അവർ രജിസ്റ്റർ ചെയ്യണം മൊബൈൽ ആപ്പ് വഴി. എല്ലാം പുതിയ കാലഘട്ടത്തിൽ GPS-ഉം മൊബൈൽ ആപ്പും ക്യാമറയും എല്ലാം ഉള്ള കാലമാണല്ലോ. നമുക്ക് കൃത്യമായി അതിനുവേണ്ടി ഇവിടെ ആര് വന്നാലും അവരെല്ലാം ഈ മൊബൈൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ സംവിധാനം ഏതാണെന്ന് വെച്ചാൽ ആ സംവിധാനം വഴി അടുത്ത പോലീസ് സ്റ്റേഷനിലോ പഞ്ചായത്തിലോ രജിസ്റ്റർ ചെയ്യുവാനുള്ള സംവിധാനവും ആലോചിക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വ്യാജ കാർഡുകൾ ഉപയോഗിച്ച്, ID കാർഡൊക്കെ ഉപയോഗിച്ച് ഇവിടെ തെറ്റുകൾ ചെയ്തിട്ട് എന്തെങ്കിലും കുറ്റവും ശിക്ഷയും ഒക്കെ കുറ്റവും കുറവുമൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പിടിക്കാൻ നടന്നാൽ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ വ്യാജ ID കാർഡ് കൊണ്ടുവന്നവരെ വെറുതെ വിടരുത്.
ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ വരരുതെന്ന് നമുക്ക് പറയാനാകില്ല. ഒരു രാജ്യത്തിനകത്ത് നമ്മുടെ സംസ്ഥാനത്തു നിന്നും നിരവധി ആളുകളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഡൽഹിയിലും ബോംബെയിലും കൽക്കട്ടയിലും UP-യിലും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പോയി ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോലി ചെയ്യരുതെന്ന്, ചെറിയ ജോലിയൊക്കെ ചെയ്യാനൊക്കെ ധാരാളം പേര് പുറത്ത് പോയിട്ടുണ്ട്. ജോലി ചെയ്യരുതെന്ന് നമുക്ക് പറയാനാകില്ല. പക്ഷേ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നിയമവിധേയമാകണം. അതുപോലെ തന്നെ ബംഗ്ലാദേശികളും മിർമാക്കാരും ബർമാക്കാരും മറ്റേതെങ്കിലും രാജ്യക്കാർ ഇവിടെ കടന്നു കയറുന്നുണ്ടെങ്കിൽ അത് ശ്രീലങ്കയായാലും ആരായാലും അവരുടെ രേഖകൾ വളരെ കൃത്യമായി പരിശോധിക്കുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കപ്പെടുകയും വേണം. കാരണം ഇത് അവരുടെ സ്വർഗമാണ്, അത് സമ്മതിച്ചു. അവർക്ക് ദുബായിയാണിത്. നല്ല ശമ്പളം കിട്ടും, നല്ല സുരക്ഷിതമായി അവർക്ക് താമസിക്കാൻ, ഇവിടെ നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, കുറച്ച് പേരെങ്കിലും ഇവിടെ നിന്ന് കല്യാണം കഴിക്കുന്നു, അതൊക്കെ നടന്നോട്ടെ, അതിനകത്തൊന്നും നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ തിരിച്ച് വ്യാജ ആധാർ കാർഡുമായി വന്ന് നമ്മളെ ആളുകളെയും പറ്റിച്ച് സമൂഹത്തെ മൊത്തത്തിൽ പറ്റിച്ച് ജീവിക്കാം എന്ന് കരുതുന്നത് മൗഢ്യമാണ്. അവരെ കൃത്യമായി നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം.